സബ്ജക്റ്റ് പറയുന്നത് രണ്ട് ഫാൻസിലെ അന്തങ്ങൾക്ക് പൊള്ളും. കാരണം രണ്ട് ഫാൻസും രണ്ടുപേരെയും വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനം ആക്ടർ മമ്മൂക്ക തീയാണ്, ഇനി അങ്ങോട്ട് പുള്ളിനെ ഓവർകം ചെയ്യാൻ ആർക്കും പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇവന്മാർ മമ്മൂക്ക ഫാൻസ് തന്നെ വന്ന് പറയും ബോക്സ് ഓഫീസിൽ പുള്ളി തീയല്ലേ, നീ എന്ത് കോപ്പാടായി പറയുന്നത്, പുള്ളിയുടെ പടങ്ങൾ റിലീസാകുമ്പോൾ ഹൈലി പോസിറ്റീവ് റെസ്പോൺസ് വരുന്നില്ല, അതുകൊണ്ടാണ് കളക്ഷൻ കിട്ടാത്തത്, അല്ലെങ്കിൽ മഴയാണ്, ഈ ഇലക്ഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു കൂട്ടം പടങ്ങൾ കൊണ്ടുവന്ന് റിലീസ് ചെയ്ത് പുള്ളിനെ അപമാനിക്കാൻ നോക്കുന്നു, പുള്ളിയുടെ തിയേറ്റർ നഷ്ടപ്പെട്ടു പോകുന്നു, അതുകൊണ്ടാണ് കളക്ഷൻ കിട്ടാത്തത്. ഇങ്ങനെ ഒരുപാട് ക്യാപ്സ്യൂൾസുമായിട്ട് വന്ന് മമ്മൂക്കയാണ് ബോക്സ് ഓഫീസിൽ മുമ്പിൽ എന്ന് സ്ഥാപിച്ചെടുക്കാൻ യുവമാർ നോക്കും. അത് വെറും നോക്കൽ മാത്രമാണ്, സത്യമല്ല, യുവമാർക്ക് തന്നെ അറിയാം. ആ ഒരു പ്രശ്നം ലാലേട്ടൻ ഫാൻസിന്റെ കാര്യത്തിലുണ്ട്. നമ്മൾ വന്നിട്ട് ലാലേട്ടൻ ബോക്സ് ഓഫീസിലെ എംബറാണ്, പുള്ളീനെ ബ്രേക്ക് ചെയ്യാനായിട്ട് ആർക്കും പറ്റത്തില്ല, പുള്ളിയാണ് മോളിവുഡിലെ ടോപ്പ് ക്രൗഡ് പുള്ളർ എന്ന് നമ്മൾ പറഞ്ഞാലും ഇവന്മാർ വന്ന് കമന്റ് ഇടും. അവസാന ആക്ടർ ലാലേട്ടൻ എന്താ മോശമാണോ, നീ കിരീടം കണ്ടില്ലടാ, നിനക്ക് സേതുമാധവനെ അറിയത്തില്ലടാ, നിനക്ക് പണ്ടത്തെ താളവട്ടം നീ കണ്ടുണ്ടോ, വിന്റേജ് ലാലേട്ടനെ കുറിച്ച് നീ കേട്ടിട്ടെങ്കിലും ഉണ്ടോ, പുള്ളിയുടെ ഓടിയതിന് ശേഷം മുഖത്ത് ചെറിയ പ്രശ്നങ്ങൾ വന്നോണ്ടാ, ഇല്ലെങ്കിൽ പുള്ളി ഓസ്കാർ തൂക്കിയേനെ, പുള്ളിയുടെ കാലഭിനയിക്കും, പെരുവിരൽ അഭിനയിക്കും, അല്ല ചെറുവിരൽ അഭിനയിക്കും, മുടി അഭിനയിക്കും, നഖ അഭിനയിക്കും, അങ്ങനെ കുറേ സാധനമായിട്ട് ഇവന്മാരങ്ങ് വരും. അപ്പം ഇവന്മാരെ സ്ഥാപിച്ചെടുക്കാൻ നോക്കും. ആസാൻ ആക്ടർ ഇന്നും ലാലേട്ടൻ തന്നെയാണ് ഏറ്റവും മുമ്പിൽ ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും.